അസ്സലാമു അലൈക്കും. ആരിഫ് ഖാൻ, നമ്മൾ റമദാനൊക്കെയാണ്, നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില ആശയങ്ങൾ, ഇതിങ്ങനെ കുറ്റപ്പെടുത്തുകളിൽ, ഇതിൻ്റെ ഒന്നും ഒരു കാലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് നസിഹത്തോടെ ഒരു മതവിധിയാണ് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങളൊരിത് പറഞ്ഞുതരാം. അതായത് ഇതൊരു ഇതൊരു വലിയൊരു ഇതൊന്നുമല്ല, സംഭവമൊന്നുമല്ല, എൻ്റെ സംശയമാണ്. ഇപ്പോൾ നമ്മൾ ഈ വിശ്വത്തിനെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്ത്, ഈ ജിന്നിനോടുള്ള ഇസ്തിയാനത്ത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചോദിച്ചാൽ അതൊക്കെ ശിർക്കാകുമോ. ഇപ്പോൾ ഒരു വെളിച്ചം ചോദിച്ചിട്ടുള്ളെങ്കിൽ ആ വെളിച്ചം നമ്മളൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും അത്ര ഒരു ശിർക്കിലേക്കുള്ള ചോദ്യമല്ല എന്നാണ് ഇപ്പോൾ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി, നമ്മുടെ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു എന്ത്, ഇത് അതിൽ ഒരു ചുക്കില്ല, അതിലൊരു അപകടാവസ്ഥ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ചോദ്യത്തിൽ. അപ്പോൾ എനിക്കൊരു സംശയം, ഞങ്ങളോട് മതവിധി ചോദിക്കണത്, ഈ ഒരു കപ്പൽ, ഒരു ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു നടുക്കടലിലെത്തി, ഈ ബോട്ടിൻ്റെ വെളിച്ചം നിന്നു, അത് മഴയും കാറ്റൊക്കെ കൂടി പ്രയാസത്തിലെത്തി, വലിയ പ്രയാസത്തിലെത്തി. അപ്പോൾ ഇവർക്ക് സിഗ്നലുകളോ അല്ലെങ്കിൽ റഡാറോ മറ്റ് ഭൗതികമായിട്ട് അതിനുണ്ടാവുന്ന ഒരു സംവിധാനം കിട്ടാനില്ല. വെളിച്ചവും നഷ്ടപ്പെട്ടു, ഉള്ള വെളിച്ചവും നഷ്ടപ്പെട്ടു. ഇതൊരു കരയിലേക്ക് എത്താനുള്ള ഒരു വെളിച്ചവും കിട്ടാതെ 2 ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ജിന്നെ ഒരു വെളിച്ചം തരുമോ എന്ന് ഈ ബോട്ടിലുള്ളവർ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ യാത്രക്കാരൻ ഓപ്പറേറ്ററോ ചോദിച്ചാൽ, അത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിലൊരു അപകടാവസ്ഥയും ഇല്ല, അത് ശിർക്കല്ല എന്നാണോ അതിൻ്റെ മതവിധി? അതല്ല, ആ ചോദ്യം തന്നെ ശിർക്കായി. ഒരു വെളിച്ചം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അവിടെ ഒരു മതവിധി ഉണ്ടാവുമല്ലോ, അത് ജായിസാണ്, അല്ലെ ശിർക്കാണ്, അല്ലെ ശിർക്കല്ല. ഈ ഒരു മൂന്നിലുള്ളൊരു മതവിധി അവിടെ ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഇതിൻ്റെ ആ മതവിധി എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരും. നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാലോ നിങ്ങളോട്. അപ്പം നിങ്ങളൊരു നിങ്ങൾ മനസ്സിലാക്കിയൊരു ഭാഗം നമുക്ക് പറഞ്ഞുതരാം, തെറ്റിദ്ധാരണകളിൽ തീർക്കാം. ഈ ഒരു വിഷയത്തിലാണ് ഞാൻ മനസ്സിലാക്കിയൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ വിശ്വത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ലൊരു നിങ്ങളുടേതായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരിഫ് ഖാൻ, ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിഷയത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ. അതായത് ഇപ്പോൾ വിശ്വത്തിൻ്റെ എല്ലാ ആശയങ്ങളും ഇത് ശിർക്കിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധാരണയും, എന്നാൽ അതങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇതൊരു നസിഹത്തോടു കൂടി എനിക്കൊരു മതവിധി അറിയാനായിട്ടില്ല ചോദിക്കണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മേലെ ചോദിച്ചാലോ, ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിൻ്റെ നടുക്കടലിൽ വെച്ച് ബോട്ടിൻ്റെ ആ വെളിച്ചമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് ഭൗതികമായിട്ട് ഒരു സാഹചര്യവും വെളിച്ചം കിട്ടാനില്ല, അതിൽ റഡാർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല, രക്ഷപ്പെടുത്താൻ ആരെയും കാണില്ല. അപ്പോൾ വെളിച്ചമാണ് ആവശ്യം. അതിൻ്റെ 2 വെളിച്ചം നഷ്ടപ്പെട്ടു നോക്കിക്കൊള്ളി, അതിൻ്റെ മുന്നിലോ പുറകിലുള്ള വെളിച്ചങ്ങളൊക്കെ ഹെഡ്ലൈറ്റോ മറ്റൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ ജിന്നെ ഒരു വെളിച്ചം തരണേ എന്ന് അതിൽ നിന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ വെളിച്ചം ചോദിച്ചതോടുകൂടി അത് അനുവദനീയാണെന്ന് പറയാൻ പറ്റും മതവിധിയായിട്ട്? ഇല്ല, അത് പാടില്ല. ജിന്നിനോട് അങ്ങനെ ഒരു വെളിച്ചം, ജിന്നിനെ പ്രതീക്ഷിച്ചിട്ടൊരു വെളിച്ചം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ അൽ ഇസ്ലാം മാസികയിലൊക്കെ അങ്ങനെ ഒരു വിഷയമാണല്ലോ വന്നത്. വെളിച്ചം ചോദിച്ചു, ആ ചോദ്യത്തിൽ ഒരു അപകടാവസ്ഥ ഇല്ല എന്നാണ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞതും. ഇല്ലേ, അതിലൊരു ചുക്കൂലാന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം അതേ ഇതിൽ തന്നെ ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിച്ചാൽ അവിടെ ആ വെളിച്ചം ചോദിച്ചത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റുമോ? അതല്ല ജായിസ് എന്ന് പറയാൻ പറ്റുമോ? അതല്ല, ഇത് ശിർക്കല്ല ജായിസുമല്ല, ശിർക്കാണ് എന്നതാണോ, ശിർക്കല്ല എന്നതാണോ, ജായിസാണ് എന്നതാണോ? ഇതിൻ്റെ ഈ മൂന്നിൽ എന്താണ് ഇതിന് നമുക്ക് മതവിധിയായിട്ട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇതാണ് എൻ്റെ ചോദ്യം. മറ്റുള്ള ചർച്ചയ്ക്കൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇതിൻ്റെ ഒരു മതവിധി അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ചില തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ, അപ്പം അത് ഒന്ന് അവസാനിപ്പിക്കാന്നുള്ളൂ. അസ്സലാമു അലൈക്കും. ആരിഫ് ഖാൻ, ഞാൻ എൻ്റെ സംശയങ്ങളോട് വളരെ നസിഹത്തോടു കൂടി തന്നെ ചോദിച്ചു, അതിലെ മതവിധി എന്താണ് എന്ന്. അഥവാ ഒരു ബോട്ട് അതിൻ്റെ ആ യാത്രയിൽ അതിൻ്റെ വളരെ ഇരുട്ടിലെത്തുമ്പോൾ അതിൻ്റെ വൈദ്യുതി ഒക്കെ തകരാറിലാവുകയും വെളിച്ചം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ നടുക്കടലിൽ വെച്ച് ആ ബോട്ടിലെ യാത്രക്കാരോ ബോട്ടിൻ്റെ ഓപ്പറേറ്ററോ ചോദിക്കുകയാണ്, ജിന്നെ വെളിച്ചം തരണേന്ന്.
ഇതൊരു കാര്യകാരണ ബന്ധത്തിനുള്ളിലെ ചോദ്യമായതുകൊണ്ടോ മറ്റോ എന്ത് കാരണവും വെക്കാം. ഇത് അങ്ങനെ വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് ഷിർക്കാണ് എന്നാണോ മതവിധി കൊടുക്കേണ്ടത്? അതല്ല വെളിച്ചം ആവശ്യപ്പെടൽ ജായിസാണ് എന്നാണോ? വെളിച്ചം ആവശ്യപ്പെട്ട കാര്യം ജായിസാണ് എന്നാണോ? അതല്ല അത് അനുവദനീയമാണ് എന്നാണോ? അങ്ങനെ ചോദിച്ചാൽ ഷിർക്കല്ല എന്നുള്ളതാണോ, ഷിർക്കാണ് എന്നതാണോ, ജായിസാണ് എന്നതാണോ? എന്ത് ഒരു മതവിധിയാണ് നമുക്കതിൽ കൊടുക്കാൻ കഴിയുക? ജസ്റ്റ് ഇങ്ങനെ തന്നെ വിഷയം ഇങ്ങനെ തന്നെ, യാത്രക്കിടെ പിന്നെ ബോട്ട് കൂരാകൂരുട്ടിൽ അകപ്പെടുമ്പോൾ വെളിച്ചം തരണേ എന്ന് ജിന്നിനോട് ചോദിക്കുമ്പോൾ അത് ഏത് മാനദണ്ഡത്തിലാണെങ്കിലും അതിൻ്റെ മതവിധി എന്താണ്? അസ്സലാമു അലൈക്കും. ആരിഫ് ഖാൻ, ഇതിൻ്റെ മതവിധി എന്താണ്? അവിടെ ഷിർക്കാണെന്ന് പറയണോ, അല്ല പിന്നെ ഇപ്പോൾ ഈ അൽ ഇസ്ലാം മാസികയിലൊക്കെ വിവാദമായതല്ലോ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം ചോദിച്ചാൽ ആ സഹായാർത്ഥന ഷിർക്കുമല്ല എന്ന് പറഞ്ഞു ഫൈസൽ മൗലവി. തന്നെയുമല്ല, ഈ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞത് അതിലൊരു ചുക്കുമില്ല, ഒരു അപകടാവസ്ഥയും അതിലില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ സംശയം ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ സംശയത്തിൽ നിങ്ങൾ പറഞ്ഞു തരേണ്ടത് അത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞ പോലെയാണോ വേണ്ടത്, അതല്ല അതിൽ ഷിർക്ക് എന്നാണോ? ഇതിപ്പോൾ ഒരു വിഭാഗം ഇതിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട് വർഷങ്ങളായാലോ, KNM ഇതിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട് വർഷങ്ങളായാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വോയിസിൽ തന്നെ ഒരു മറുപടി തരികയാണെങ്കിൽ വളരെ നന്നായി. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ നസീഹത്തോടു കൂടിയാണ് എന്ന് ആ പറഞ്ഞത് മുഖവിലൊക്കെ എടുക്കാം, പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ നസീഹത്ത് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായിരുന്നാലും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് തുറന്നു നോക്കാനൊന്നും നമുക്ക് കഴിയില്ല. എന്തായിരുന്നാലും ശരി, ഇൻഷാല്ലാ ഞാൻ അതിനെ വിശദീകരിച്ച് മറുപടി പറയാം. നിങ്ങൾക്ക് പിന്നീട് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ആളുകളുടെ ഇടയിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കാനാണോ എന്നതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ഏതായിരുന്നാലും ശരി, നിങ്ങൾ ഒക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അതിന് വിശദമായ മറുപടി പറയും. അതിൻ്റെ ബാധ്യതയാണ്. നിങ്ങൾ ഹൃദയം പുറന്നു നോക്കാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ നസീഹത്തോടു കൂടിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ അതിനൊക്കെ മറുപടി പറയും. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഇവിടെ പിന്നെ ഞങ്ങളെ വോയിസ് ഇങ്ങനെ ശ്രദ്ധിച്ച് മറുപടി പറയാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോഴേ നമ്മളതിൽ പറയുന്നുണ്ട്, പിന്നെ പി എൻ ലത്തീഫ് മൗലവി ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ അത് ചുരുക്കിലേക്ക് എത്തിക്കൂല, അതൊരു ചുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു പരാമർശം കേട്ടു. അപ്പോൾ അത് നിങ്ങൾ പി എൻ ലത്തീഫ് മൗലവി പ്രസംഗിച്ചത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടും തന്നെയാണോ, അതെല്ലാം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ? ആ വോയിസ് ക്ലിപ്പ് ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുമോ? എന്താ പറഞ്ഞാൽ ശ്രദ്ധിക്കാനാണ്, നോക്കാനാണ്. പിന്നെ നിങ്ങളെ പേര് ഞാൻ ചോദിച്ചില്ല. നിങ്ങളെ പേരെന്താ? JK ബുള്ളറ്റ് വർക്ക്ഷോപ്പ് എന്നാണല്ലോ അതിൽ കൊടുത്തത്. അപ്പം JK എന്ന് പറഞ്ഞാൽ എന്താ, ജാബിർ എന്നാണോ, ജബ്ബാർ എന്നാണോ, എന്താണ് നിങ്ങളുടെ ഫുൾ നെയിം ഒന്ന് പറയാം? ഞാൻ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. വർക്ക്ഷോപ്പിൽ ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പാണ്. പിന്നെ ജാഫർ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞാൻ ഇതെന്താ വെച്ചാൽ ഇതൊരു സംശയമായിട്ട് ഇങ്ങനെ, അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണയിലാണല്ലോ ഇപ്പോൾ പലരും എൻ്റെ പല സുഹൃത്തുക്കളും വിസ്തം പ്രവർത്തകരാണ്. അതേമാതിരി ഞാൻ കുറച്ച് KNM ആണ്, മാർക്കസ് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചില വിഷയങ്ങളോടുള്ള എതിർപ്പ് കാരണം ഇങ്ങനെ ഇതിൻ്റെ ഒരു മറുപടി പലരും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രബോധകരാണെന്ന് അറിഞ്ഞു കുറേ വീഡിയോസ് നിങ്ങൾ അച്ചീവും ചെയ്തു. പല വിഷയത്തിൽ നിങ്ങളെ വീഡിയോകളെ പലരും ശ്രദ്ധപ്പെടുത്തി, ഇതിനെക്കുറിച്ച് തീരുമാനങ്ങൾ പറഞ്ഞു തരുന്നത് അങ്ങനെ യൂട്യൂബിലൊക്കെ നിങ്ങൾ നല്ല ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളത് നല്ലൊരു മറുപടി നിങ്ങൾ പറഞ്ഞു തരണം ഇൻഷാ അല്ലാ. മതവിധി എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാനേ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമായി. അതിനുള്ള മറുപടി ഞാൻ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇൻഷാ അല്ലാ. നിങ്ങളെ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചതേ, നിങ്ങളെ പി എൻ ലത്തീഫ് മൗലവിൻ്റെ വിഷയം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഒന്നാമത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതുകൊണ്ട് പി എൻ ലത്തീഫ് മൗലവി എന്നോട് സഹായം ചോദിച്ചാൽ, വെളിച്ചം ചോദിച്ചാൽ ഷിർക്കിലേക്ക് എത്തിക്കൂല എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ അയച്ചാണ്, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. അദ്ദേഹം ഇസ്ലാം മാസികയിൽ ചുക്കൂല്ല എന്ന് പറഞ്ഞതാണോ നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കൽ പിന്നെ ഷിർക്കിലേക്ക് എത്തിക്കൂല എന്ന് പി എൻ ലത്തീഫ് മൗലവി പറഞ്ഞതായിട്ട് മാറ്റിയത് നിങ്ങൾ സ്വയം മാറ്റിയതാണോ, അതല്ല തെറ്റിദ്ധരിച്ചതാണോ? അങ്ങനെ പി എൻ ലത്തീഫ് മൗലവി പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. റമദാൻ മാസമാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഉള്ള മാതിരി തന്നെ പറയണ്ടേ നമ്മൾ. എന്തായാലും ഞാൻ മറുപടി ഞങ്ങൾക്ക് തരും ഇൻഷാ അല്ലാ. അതിൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ വിശദീകരിക്കും ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഈ അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്തല്ല, അപ്പോൾ അള്ളാഹുൽ എന്താണ് പങ്കു ചേർക്കലാവുക എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണ്ടേ? ആ ഒരു വളയം നമുക്ക് രണ്ടു പേർക്കും ഒരേ വളയത്തിലൂടെ ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാവുക. ഒരു വളയവും ഇല്ലാതെ, ഒരു മാനദണ്ഡവും ഇല്ലാതെ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പം ഒരു വ്യക്തത വരില്ല. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക എന്നത് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊന്ന് പറയാം. അത് തന്നെയാണോ നിങ്ങളും മനസ്സിലാക്കിയത് എന്നൊന്ന് നിങ്ങൾ ആദ്യം പറയണം. അഥവാ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായത്, അത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കും വിധം അതിൻ്റെ ഒരു അംശം
സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കും വിധം വിശ്വസിക്കലും പ്രവർത്തിക്കലുമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കലാവുക. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന്, ഒരു സവിശേഷത, ഒരു പ്രത്യേകത, അതിൽ എന്തെങ്കിലും ഒരു അംശം സൃഷ്ടികളിൽ ആരോപിക്കപ്പെടും വിധം വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൽ പങ്കുചേർക്കലാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അള്ളാഹുവിന് മാത്രം പ്രത്യേകമായത് മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കും വിധം, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായത് മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കൽ വരുന്ന നിലയിൽ പ്രവർത്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൽ പങ്കുചേർക്കലാവുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ മനസ്സിലാക്കിയത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്?